Do you know the importance of reading speed in IELTS reading exam? ഒരു മിനിറ്റിൽ 200 മുതൽ 250 വാക്കുകൾ വരെ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ IELTS റീഡിംഗ് ടെസ്റ്റിന് നല്ല ബാൻഡ് സ്കോർ കിട്ടുകയുള്ളൂ. If you watch this video till the end, I promise you one thing. I will teach you the strategies that will help you to read fast. 6 കാര്യങ്ങളാണ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. More importantly, you will learn to read fast for your IELTS exam and in your life. Are you ready? Before that, I personally want to thank you for being here with me and learning from me. And if you don't know me, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ my name is Pradeep Hariharan and I help students, teachers and nurses to migrate to the countries and I help them clear IELTS exam. അപ്പോൾ 6 കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യം എന്ന് പറയുന്നത് റീഡിംഗ് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്ന് ആദ്യം ചോദിക്കണം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്? നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ലിസൺ ചെയ്യുന്നതും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സംസാരിക്കുന്നതും എഴുതുന്നതും ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെൻ യു ആർ റീഡിംഗ് ഓർ ലിസണിങ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വൈ ആർ യു ഡൂയിങ് ഇറ്റ്? യു ആർ ഡൂയിങ് ഇറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എഴുതുമ്പോഴും പറയുമ്പോഴും നമ്മൾ അറിവ് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ ആ അറിവ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നില്ലെങ്കിൽ അത് വായനയല്ല. വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. ഓക്കെ, സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് കോൺസെപ്റ്റ്, വാട്ട് വി നീഡ് ടു ഡു, വി ഹാവ് ടു മേക്ക് എ സെൽഫ് റിഫ്ലക്ഷൻ. നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഐ ഹാവ് പ്രിപ്പയർഡ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ യു. ദ ഫസ്റ്റ് തിങ് ഈസ്, ഡു യു എൻജോയ് റീഡിങ്? വായന ഇഷ്ടമുള്ള ആളാണോ? യെസ് ഓർ നോ? സെക്കൻഡ് തിങ്, വാട്ട് ഡു യു റീഡ്? എന്താണ് വായിക്കാറുള്ളത് ഡെയിലി ബേസിൽ? അത് വാട്സപ്പ് ആണോ, ഇൻസ്റ്റയാണോ, ഫേസ്ബുക്ക് ആണോ, പേപ്പർ ആണോ, നോവലാണോ, അതോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ജേർണൽസ് ആണോ? വാട്ട് ഡു യു റീഡ് ഓൺ ഡെയിലി ബേസിസ്? വൈ ഡു യു റീഡ് ഇറ്റ്? എന്തിനാണ് വായിക്കുന്നത്? ഇഷ്ടം കൊണ്ടാണോ വായിക്കുന്നത്? സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ? പുതിയ അറിവ് നേടാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ യു ഹാവ് ടു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. എന്നാൽ മാത്രമേ നമുക്ക് ആ റീഡിംഗ് സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ. കാരണം സൈമൺ സിനക്ക് പറയുന്നുണ്ട്, നമുക്ക് എന്ത് കാര്യം ചെയ്തിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനൊരു സ്ട്രോങ് റീസൺ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തിനാണ് പരീക്ഷ ചെയ്യുന്നത്? യു വാണ്ട് ടു ഗോ എബ്രോഡ്, യു വാണ്ട് ടു സെറ്റിൽ, യു വാണ്ട് ടു ഫോളോ യുവർ ഡ്രീം, യു ആർ എ ഡ്രീം ക്യാച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രോങ് റീസൺ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും ഇത്ര എഫേർട്ട് ഇടുന്നതും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വായനയിലും എന്തിനാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ ചോദിക്കണം. ദെൻ വൈ റീഡിങ് എവറി ഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾ ഇപ്പോൾ നാളെ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ദിവസവും ഇന്ന് തൊട്ട് വായിച്ചു തുടങ്ങിയാലേ നമുക്കവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റീഡിങ് ഈസ് എ സ്കിൽ ലൈക്ക് റൈറ്റിംഗ് ഓർ സ്വിമ്മിങ്. ഇപ്പോൾ നമ്മൾ തന്നെ എഴുതുന്നത് കണ്ടിട്ടില്ലേ? ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ് റെഗുലർലി, അവർ ഹാൻഡ് റൈറ്റിംഗ് ഗെറ്റ്സ് ബാഡ്, അവർ സ്പീഡ് ഗോസ് ഡൗൺ. സിമിലർലി, ദിവസവും നമ്മൾ ക്വാളിറ്റി ബുക്സ് ഒരു അരമണിക്കൂറെങ്കിലും വായിച്ചില്ലെങ്കിൽ അവർ സ്കിൽ വിൽ ലൂസ്. ഇഫ് യു ഡു ഇറ്റ് റെഗുലർലി, ഇറ്റ് ഇംപ്രൂവ്സ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു ചെക്ക് യുവർ റീഡിംഗ് സ്പീഡ്. After the video is over, I want you to set a timer for 2 minutes and take a book which is a bit difficult for you and read. 2 മിനിറ്റിൽ എത്ര ഇത് വായിക്കാൻ പറ്റും നോക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് നമ്മൾ എത്ര വേർഡ് വായിച്ചു എന്ന് കൗണ്ട് ചെയ്യുക. വേർഡ് എന്ന് പറഞ്ഞാൽ 4 സ്പെല്ലിങ്ങിലുള്ളതാണെങ്കിൽ നമ്മൾ 4 ലെറ്ററെങ്കിലും ഉള്ളതാണെങ്കിൽ ഒരു വേർഡായിട്ട് കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡു യു എൻജോയ് റീഡിങ്ങിൽ ആകെ 2 വാക്കേ ഉള്ളൂ, എൻജോയ് ആൻഡ് റീഡിങ്. അങ്ങനെ കൗണ്ട് ചെയ്യുക എത്ര വാക്ക് നിങ്ങൾ വായിച്ചു എന്ന്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 300 വാക്ക് വായിച്ചു 2 മിനിറ്റിലെങ്കിൽ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. കാരണം 2 മിനിറ്റിലാണ്. അപ്പോൾ 1 മിനിറ്റിൽ നിങ്ങൾ എത്ര വായിച്ചു എന്ന് അറിയാൻ പറ്റും. കാരണം IELTS പരീക്ഷയ്ക്ക് 250 വാക്കെങ്കിലും ഒരു മിനിറ്റിൽ വായിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ IELTS റീഡിങ് ആൻഡ് റിയൽ ലൈഫ് റീഡിങ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ വായിക്കുന്ന അത്ര ഫോക്കസ്ഡ് ആയിട്ടൊന്നുമല്ല. പക്ഷേ IELTS റീഡിങ്ങിൽ നമ്മൾ വായിക്കുന്നത് 40 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് അനാലജി പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ. ഓക്കെ, യു ഹാവ് ടു ക്യാച്ച് എ ട്രെയിൻ. ബിഫോർ ദാറ്റ് യു ഹാവ് ടു ബൈ 40 തിങ്സ് ഫ്രം എ സൂപ്പർ മാർക്കറ്റ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓടിപ്പോയി ആ സാധനങ്ങൾ എവിടെയുണ്ടെന്ന് നോക്കും, പരതി എടുത്ത് നമ്മുടെ ട്രോളിയിൽ നിറയ്ക്കും, ഓടി വരും. അതേസമയം നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ഉണ്ടെങ്കിലോ, നമ്മൾ പോയി എൻജോയ് ചെയ്ത് ഓരോ സെക്ഷനിൽ പോയി ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കി. IELTS പരീക്ഷ എന്ന് പറയുന്നത് അരമണിക്കൂർ സൂപ്പർ മാർക്കറ്റിൽ എടുക്കുന്ന പോലെയാണ്. ദാറ്റ് ഈസ്, യു ഹാവ് ടു ഗോ ആൻഡ് ലുക്ക് ഫോർ വാട്ട് യു വാണ്ട്, പിക്ക് ഇറ്റ് അപ്പ്. അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ സമയമില്ല. ഓക്കെ, സോ വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് റിയൽ ലൈഫ് റീഡിംഗ് ഈസ്, വി ഹാവ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ്,
ബട്ട് IELTS റീഡിംഗ് ടെസ്റ്റിന് 1 മണിക്കൂറിൽ 40 ചോദ്യം എന്ന് വെച്ചാൽ വെറും 90 സെക്കൻഡിനുള്ളിലാണ് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ യു ഹാവ് ടു വർക്ക് റിയലി ഫാസ്റ്റ്. ഇറ്റ് ഈസ് റിയലി സ്ട്രെസ്ഫുൾ, ഇറ്റ് ഈസ് റിയലി ചലഞ്ചിങ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഹൗ ക്യാൻ യു ഡു ഇറ്റ്? അതിന് നമുക്ക് ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്തൊക്കെ ടെക്സ്റ്റുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരിക എന്ന് മനസ്സിലാക്കണം. റിമെമ്പർ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് മെറ്റീരിയൽ അല്ല നിങ്ങൾ പോകുന്ന സ്ഥലത്ത്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഹൈ ക്വാളിറ്റി. അപ്പോൾ ഡെയിലി സർവൈവൽ എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ നമുക്ക് പബ്ലിക് നോട്ടീസസ് വായിക്കേണ്ടി വരും, അഡ്വർടൈസ്മെൻറ്റ് വായിക്കേണ്ടി വരും, അത് മനസ്സിലാക്കേണ്ടി വരും. അതിനുള്ള ടെക്സ്റ്റുകൾ ചെക്ക് ചെയ്യപ്പെടും. പിന്നെ നിങ്ങളുടെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ട്രെയിനിങ് മാനുവൽസ്, വർക്ക് പ്ലേസ് തിങ്സ്, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതും IELTS പരീക്ഷയുടെ റീഡിങ്ങിന് വരും. പിന്നെ ലോങ്ങർ പാസേജസ്, കാരണം നമ്മളൊരു നാട്ടിൽ നിങ്ങൾ ജീവിക്കാൻ പോകുമ്പോൾ നമ്മളവിടുത്തെ മാഗസൈൻസ്, ബുക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇത് വേഗം വായിക്കാനും ഉത്തരം കണ്ടെത്താനും കഴിവുണ്ടോ എന്നാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മൾ ഒരു UK നിങ്ങൾ ഏത് രാജ്യത്താണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും ഓൺലൈനിൽ ഇപ്പോൾ തന്നെ വായിക്കുന്നത് നല്ലതാണ്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് 5th സ്ട്രാറ്റജി എന്ന് അറിയേണ്ടത്, IELTSന് നിങ്ങൾ അക്കാഡമിക് ആണ്, ജനറൽ ആണ്, എന്താണ് എഴുതുന്നെങ്കിലും അതിൽ വരുന്ന 7 തരം ചോദ്യങ്ങളാണ്. അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മാറുന്നുള്ളൂ. ഓരോ ചോദ്യങ്ങളും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ എഴുതുന്ന പോലെയല്ല ഒരു ഫ്ലോ ചാർട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഇതിന് വേണ്ട സ്കില്ലല്ല യെസ് ഓർ നോ ക്വസ്റ്റനോ ട്രൂ ഫോൾസ് വേണ്ടത്. മാച്ചിങ് ഹെഡ്ലൈൻസിന് വേണ്ട സ്കില്ലല്ല ക്ലാസിഫിക്കേഷന് വേണ്ടത്. അപ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ഓരോന്നിനും ഓരോ സ്കില്ലുണ്ട്. അത് വൺസ് യു നോ ഇറ്റ്, യു ക്യാൻ ഈസിലി ഗെറ്റ് ഇറ്റ്. And if you don't know, I have created a course in which I have taught all these. Okay, in a week, you can improve your speed by 5 to 6x speed. In a week, okay, if you follow the course. If you are interested, please click the link below and join my free webinar and I will show you what to do it. ഇനി എന്ത് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഇതിന് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദിസ് വീഡിയോ വിൽ ബി ഓവർ. ദാറ്റ് ഈസ് these are the 4 things you have to do. Make sure you are familiar with the question types. And how do you familiar with the question type? നേരത്തെ പറഞ്ഞത്, you have to practice a lot. ഇത് ഞാൻ അങ്ങനെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദെൻ മുഴുവൻ ടെക്സ്റ്റ് വായിച്ചിട്ട് ഒരിക്കലും ചോദ്യത്തിലേക്ക് എഴുതാൻ പറ്റില്ല. അത് നമ്മുടെ ഡിഗ്രിക്കൊക്കെ വർക്കാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. യു റീഡ് ദ ക്വസ്റ്റ്യൻസ്, ലുക്ക് ഫോർ ദ കീവേഡ്സ്, ഫൈൻഡ് ഇറ്റ് ഇൻ ദ text and find the answer. And you need a lot of skills to highlight or underline between the questions and the text. ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ you must get a very good coaching. And if you trust me as a coach, I promise you I will help you with that. So the video is over and thank you very much for watching till the end. I think you are a very serious learner. If you want to go further, if you are really serious, please join my free webinar. And for 90 minutes, you have nothing to lose. There is no sales, nothing happens. You can learn more tricks. Thank you very much for giving me this wonderful opportunity to serve you from my depth of my heart. I'll see you. Until then, this is your teacher, Pradeep Hariharan, signing off.